ഇതെന്തിരിപ്പാ മോനെ? കുളിക്കുന്നില്ലേ? അമ്മ ബ്രേക്ക്ഫാസ്റ്റ് എടുത്തു വെക്കാം. ഓഫീസിലെത്താൻ വൈകും. പോയി കുളിക്ക. അമ്മേ. എന്താ മോനെ? അമ്മയ്ക്ക് എൻ്റെ അടുത്ത് ദേഷ്യമുണ്ടോ? എന്തിന്? ഇന്നലെ ഞാൻ വല്ലാതെ പോറയെന്ന് എനിക്കറിയാം. മോൻ എന്താ തോന്നുന്നേ? ഞാനങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു. പക്ഷെ ഗാഥയുടെ കാര്യം ഓർത്തപ്പോ എനിക്കെന്റെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റിയില്ല. അങ്ങനെ പറ്റിപ്പോയതാ. മദ്യപിച്ചിട്ട് നീ ഗാഥയെ മറന്നോ? എല്ലാത്തിനും പരിഹാരം മദ്യമാണെന്ന് പറയുന്നതേ പ്രശ്നങ്ങളെ ഒളിച്ചോടുന്ന ശീലോ. എന്റെ മോനത് ചേരില്ല. ഇതുവരെ അമ്മ കണ്ടിട്ടുള്ളത് എത്ര വലിയ പ്രശ്നത്തെയും നിസ്സാരമായി നേരിടുന്ന എന്റെ മോനെയാ. മറ്റേത് കാര്യത്തിലും എനിക്കത് പറ്റും അമ്മേ. പക്ഷേ ഗാഥയുടെ കാര്യത്തില് ഞാൻ എപ്പോഴും തോറ്റുകൊണ്ടിരിക്കുക. ആ തോൽവിനി ഉണ്ടാവില്ല. നന്ദേട്ടൻ എവിടെ പോയിരുന്നു? അത് രാവിലെ തന്നെ. ഇന്നലെ നവീൻ വന്നു കയറിയപ്പോഴേ ഞാൻ തീരുമാനിച്ചതാ ഇന്നെല്ലാത്തിനൊരു പരിഹാരം ഉണ്ടാക്കണമെന്ന്. അഹങ്കാരിയായ ഒരു പെണ്ണിനു വേണ്ടി നമ്മുടെ മോന്റെ ജീവിതം നശിപ്പിക്കേണ്ട കാര്യമില്ല. അത് അവസാനിപ്പിക്കാനുള്ള തീരുമാനം എടുത്തിട്ടാ ഞാൻ വന്നിരിക്കുന്നത്. നന്ദേട്ടൻ എന്താ ഉദ്ദേശിക്കുന്നേ? ഇത്രയും കാലം നവീന്റെ കാര്യത്തിൽ എല്ലാ തീരുമാനങ്ങളും അവൻ തന്നെ എടുത്തതാ. ഞാനത് അനുകൂലിച്ചിട്ടുണ്ട്. പക്ഷേ ഗാഥയുടെ കാര്യത്തിൽ ഇനി അത് പറ്റില്ല. നന്ദേട്ടൻ കാര്യം പറ. ഞാൻ സിത്താരയുടെ അടുത്തുനിന്നാ വരുന്നത്. ഈ ബന്ധം ഇങ്ങനെ തുടർന്നു പോകാൻ പറ്റില്ല എന്ന് സിത്താരയോട് ഞാൻ പറഞ്ഞു. ഗാഥയും നവീനും തമ്മിൽ പിരിഞ്ഞേ പറ്റൂ. അച്ഛൻ ആരോട് ചോദിച്ചിട്ട് അതൊക്കെ ചെയ്തേ? ഞാൻ അറിയാതെ എന്റെ വിവാഹബന്ധം വേർപെടുത്തുന്ന കാര്യം സംസാരിച്ചെന്നോ? അതെന്ത് മര്യാദ അച്ഛാ? അല്ലാതെ പിന്നെ നിന്റെ ജീവിതത്തിന് എന്താ ഒരു സുരക്ഷിതത്വം? ജന്മനാവുള്ള അഹങ്കാരം ഒരു വശത്ത്, നാഗഭയം കൊണ്ടുള്ള ഭ്രാന്തും മറുവശത്ത്. അങ്ങനെ ഒരാളുടെ കൂടെ നീ ജീവിക്കേണ്ടെന്ന് ഞാനങ്ങ് തീരുമാനിച്ചു. നന്ദേട്ടൻ എന്തൊക്കെയാ പറയുന്നേ? അവൻ ചോദിക്കുന്ന കാര്യമല്ലേ? അച്ഛാ, അച്ഛനെ കാണിച്ചത് പരമ ബോറ. ഞാനിനി എങ്ങനെ സിത്താര മേഡത്തിനെ ഫേസ് ചെയ്യും? എങ്ങനെ ഗാഥയുടെ മുന്നിൽ ചെന്ന് നിൽക്കും? അത് ഓർത്തോ അച്ഛൻ? ഞാനെല്ലാം ആലോചിച്ച് തന്നെ ആ തീരുമാനം എടുത്ത. കളരിക്കൽ തറവാട്ടിലേക്ക് ഇനി അങ്ങനെ എടുത്തി തിരിച്ചു വരണ്ട. അത് ഈ കുടുംബത്തിന്റെ മൊത്തം തീരുമാന. ഇല്ല, ഇത്രയും കാലം ഞാൻ മനസ്സിലാക്കി വെച്ചിരുന്ന അച്ഛനല്ല ഇപ്പൊ എന്റെ മുന്നിൽ വന്ന് സംസാരിച്ചത്. അങ്ങനെയുള്ള ഒരു സംസാരവും എനിക്ക് അംഗീകരിക്കാനും പറ്റില്ല. ഗാഥയും ഞാനും തമ്മിലുള്ള വിഷയങ്ങൾ അത് എന്റെ മാത്രം കാര്യങ്ങളാണ്. അതിലൊരു തീരുമാനം എടുക്കണമെങ്കിൽ അത് ചെയ്യേണ്ടത് ഞാനാ. നമുക്ക് അച്ഛനോട് സംസാരിക്കാം മോനെ. എല്ലാം കഴിഞ്ഞിട്ട് ഇനി എന്ത് സംസാരിക്കാനമ്മേ? അമ്മയ്ക്കറിയാലോ, ജീവിതത്തിൽ ഒരുപാട് ഉപദേശങ്ങൾ സ്വീകരിക്കുന്നവനല്ല ഞാൻ. എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയാം.